ഭാഗവതം എന്ന് പറയുന്ന പാരമഹംസ്യ സംഹിത നമ്മൾക്ക് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? ഓരോരുത്തരെയും അവർ മൂലം തന്നെ ഭഗവാനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിപ്പിക്കുന്നു. ആ ഭഗവത് പ്രതിഷ്ഠ നടത്താനായി നമ്മൾ എന്തു വേണം? ഭഗവത് സാന്നിധ്യത്തെ വ്യാപകമായി ഗ്രഹിക്കാനും ആ നിലയ്ക്ക് സമീപിക്കാനും പഠിക്കണം. അങ്ങനെ ചെയ്തു തുടങ്ങിയാൽ ഭക്തി, വിരക്തി, ഭഗവത് പ്രബോധം എന്ന മൂന്നും വിശക്കുന്നവൻ ഊണ് കഴിക്കുമ്പോൾ ഓരോ ഉരുളയ്ക്കും തുഷ്ടിയും പുഷ്ടിയും ക്ഷുതപായവും ഉണ്ടാകുന്നത് പോലെ നമുക്കുമുണ്ടാകും. അതിൻ്റെ തുടക്കം ചുരുങ്ങിയത് സങ്കീർത്യമാനോ ഭഗവാൻ അനന്ത, അനന്തരായിരിക്കുന്ന ഭഗവാന്റെ പേര് പറഞ്ഞ് അത് കീർത്തനം ചെയ്യെങ്കിലും വേണം. അതല്ലാത്ത വാക്കുകളൊക്കെ വെറും പാഴുമുളകളാണ്, വ്യർത്ഥമാണ്. ഇതോ മനസ്സിന് ശാശ്വതമായിരിക്കുന്ന ഉത്സവവും. ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ നമ്മുടെ മനസ്സിന് ശുദ്ധിയായി, ബുദ്ധിക്ക് തെളിച്ചമായി, നമ്മൾക്ക് അകത്തിരിക്കുന്ന ഈശ്വര സാന്നിധ്യത്തെ സ്പഷ്ടമായി വ്യക്തമായി തനതായി അനുഭവിക്കാൻ സാധിക്കും. ജന്മസാഫല്യം, ആപ്തകാമത്വം, സൗഭാഗ്യപൂർണത, സാഫല്യദീപ്തി എല്ലാം ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാക്കി തരുന്നതാണ്. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഭൗതികമായ വല്ല ആവശ്യങ്ങളോ ചെറിയ ചെറിയ അഭിലാഷങ്ങളോ ഉണ്ടെന്നിരിക്കട്ടെ, അതും ഈ ശ്രീമദ് ഭാഗവതം നിങ്ങൾക്ക് നിറവേറ്റി തരും. ഏതുപോലെ? സുശീല വല്ലാതെ കിണഞ്ഞ് പരിശ്രമിച്ച് സാധ്യതയില്ല എന്ന് കണ്ടപ്പോൾ ഭർത്താവിനെ പ്രേരിപ്പിച്ച് നിർബന്ധിച്ച് പറഞ്ഞയച്ച് ഭർത്താവ് അവിടെ ചെന്ന് ഒരു വാക്ക് പോലും പറയാതെ തിരിച്ചു വന്നാലും തിരിച്ചു വരുമ്പോൾ ഇവിടെ കണ്ടത് തിരിച്ചറിയാൻ പറ്റാത്ത പാലസും സമൃദ്ധിയുമാണ്.